ഇജ് കേട്ടില്ലേ സൽമാത്ത പറഞ്ഞത്? എല്ലാരും ഇതാ ഇവളെ മറുപടിക്ക് വേണ്ടിട്ട് കാത്തിരിക്കായിരുന്നു. ഇപ്പൊ എന്തായാലും സമാധാനമായല്ലോ. ഓളോടും അരസിനോടും കൂടി നാളെ ഓല് വരുന്നതിന്റെ മുന്നേ അങ്ങോട്ട് വരാൻ പറയുന്നില്ലോ. ഉമ്മാനും കൂട്ടാൻ പറയും. ആ കുഞ്ഞോളെ, നാളെ നിങ്ങള് ഓലെല്ലാരും വരുന്നതിന്റെ മുമ്പ് അങ്ങോട്ട് വരൂലേ? ഇമ്മാനും കൂട്ടിക്കൊണ്ടിട്ടാ. ആടി, ഓല് നാളെ വരുന്ന സമയം അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞങ്ങളെല്ലാരും കൂടി അതിന് മുന്നേ തന്നെ അങ്ങോട്ട് എത്തും. ശരി നജ്ജ് വെച്ചാളെ, ഞാനേ അമ്മായിക്ക് വിളിച്ചിട്ട് കാര്യം പറയട്ടെ. ഓക്കെ എന്നാ ഇജ്ജ് ഓൽക്ക് വിളിച്ചിട്ടേ സമയം കാര്യങ്ങളൊക്കെ അറിഞ്ഞാല് വിളിച്ചറിയിക്ക്. ശരി എന്നാ. അപ്പൊ റിയമോളെ നാളെ പെണ്ണാണല്. സൽമാത്ത, അമ്മായിക്ക് വിളിച്ചിട്ട് ഒരു സമയം അറിഞ്ഞ അനുസരിച്ച് വിളിക്കാന്ന്. ഇമ്മാക്ക് സന്തോഷമായി മോളെ. പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഇച്ചി സമ്മതിക്കൂലെന്ന് എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പേടി ഉണ്ടായിരുന്നു. ഞാനത് ഇവരോടൊക്കെ പറയും ചെയ്തതാ. ഇപ്പോഴാ സമാധാനമായത്. ഞാനൊരു കാര്യം ചോദിച്ചാൽ എൻ്റെ ഉമ്മ സത്യം പറയോ? ഞാനിപ്പോൾ ഈ കല്യാണത്തിനെങ്ങാനും സമ്മതമല്ല എന്ന് വിട്ടു പറയുകയാണെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ മനസ്സ് സന്തോഷിക്കുമായിരുന്നു? ഒരിക്കലുമില്ല. കാരണം എൻ്റെ ഉപ്പാൻ്റെ ഉള്ളിൽ എൻ്റെ കല്യാണം നടന്ന് കാണാൻ അത്രക്ക് പൂതിയുണ്ട്. ആ ഒരു പൂതി എനിക്ക് നന്നായി അറിയണതുകൊണ്ടാ ഇമ്മ അനക്ക് പഠിക്കാനും ജോലിക്ക് പോകാനും ഒക്കെ ഉള്ള ആഗ്രഹം അറിഞ്ഞിട്ടും അന്നെ ഈ കാര്യത്തിന് അത്രത്തോളം നിർബന്ധിച്ചത്. ഇപ്പൻ്റെ ഈ ആഗ്രഹം സർജറിക്ക് പോണതിൻ്റെ മുന്നേ നടത്തി കൊടുക്കാൻ പറ്റിയാൽ അത് ഇക്കും അനക്കും ഒക്കെ ഇപ്പാനോട് ചെയ്യാൻ പറ്റണ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അറിയമ്മ, ആ ഒരൊറ്റ കാര്യത്തിൻ്റെ പുറത്താണ് ഞാനിപ്പം നിങ്ങളോട് യെസ് പറഞ്ഞത്. അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട. എൻ്റെ ഉപ്പാൻ്റെ സന്തോഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഞാൻ ഓക്കെ പറഞ്ഞ എൻ്റെ ഉപ്പാക്ക് സന്തോഷം വെച്ച ആയിക്കോട്ടെ. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ സൽമാത്ത. ഒന്നില്ലെങ്കിലും ഇവളെപ്പോലൊരു മോളെ കിട്ടിയില്ലേ നിങ്ങൾക്ക്? വാപ്പാൻ്റെ ഉമ്മാൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റണ മോള്. ഇത് കേൾക്കുമ്പോൾ എന്നെക്കായി സന്തോഷം ഇവിടെ പാക്കായിരിക്കുന്നില്ലയോ? കാരണം എന്നോട് കുഞ്ഞോളോടൊക്കെ ആ മനുഷ്യൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു തീരുമാനം എടുത്താൽ അതിൻ്റെ അപ്പുറം എൻ്റെ കുട്ടിക്കൊരു വാക്കില്ല എന്ന്. ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആ മനുഷ്യനോട് ആദ്യം പറഞ്ഞത്, നിങ്ങൾ ആദ്യം റിയമോളെ സമ്മതം എന്താണെന്നറിയും, അതിൻ്റെ ശേഷം മതി ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കലെന്നാ. അപ്പോഴും ഓളപ്പം എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ